ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായിട്ട് കാത്തിരുന്ന ആ ദിവസം ഇങ്ങെത്തിരിക്കുകയാണ്. ഉണ്ണിമുകുന്ദന്റെ മാർക്കോ എന്ന സിനിമ കാത്തിരിപ്പിനൊടുവിൽ 100 കോടി ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരവും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ട്രാക്കേഴ്സ് കണക്കുകൾ പ്രകാരവും നേരിടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച സിനിമയുടെ ഒഫീഷ്യൽ വേൾഡ് വൈഡ് കളക്ഷൻ പോസ്റ്റർ വന്നിരുന്നു. ഇപ്പോഴത്തെ ഇന്നലത്തെ ഞായറാഴ്ചത്തെ വേൾഡ് വൈഡ് കളക്ഷനോടെയാണ് മാർക്കോ 100 കോടി ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ 9ാമത്തെ 100 കോടി സിനിമയായിട്ടാണ് മാർക്കോ മറികടഞ്ഞിരിക്കുന്നത്. ഭാഗ്യവർഷമായ മോളിവുഡിന് കഴിഞ്ഞ വർഷത്തിലെ 6ാമത്തെ 100 കോടി സിനിമയായിട്ടും മാർക്കോ മറികടഞ്ഞിരിക്കുകയാണ്. മറ്റ് 100 കോടി നേടിയെടുത്ത മലയാളം സിനിമകൾ വെച്ച് നോക്കുമ്പോൾ മാർക്കോയുടെ ഏറ്റവും വലിയ പ്രത്യേകത സിനിമ ഒരു വയലൻസ് നിറഞ്ഞ സർട്ടിഫിക്കറ്റ് ലഭ്യമായ സിനിമ എന്നത് തന്നെയാണ്. വലിയ തരംഗമായി പാൻ ഇന്ത്യൻ തരംഗമായി മാറിയ സിനിമ കൂടിയാണ് മാർക്കോ. മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ആദ്യമായി 100 കോടി കളക്ഷൻ കാണിച്ചു തന്നത് നിങ്ങൾക്ക് അറിവുള്ളതുപോലെ അത് ലാലേട്ടൻ തന്നെയാണ്. പുലിമുരുകൻ എന്ന സിനിമയിലൂടെയായിരുന്നു അത്. 2016 മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ആദ്യ 100 കോടി സിനിമ പിറന്നത്. ശേഷം 2019 ലൂസിഫർ എന്ന മറ്റൊരു ലാലേട്ടൻ സിനിമയിലൂടെയാണ് രണ്ടാമതായി മോളിവുഡ് 100 കോടി കളക്ഷൻ കണ്ടത്. അതിനുശേഷം കുറച്ചധികം വർഷങ്ങൾക്ക് ശേഷം 2023 2018 എന്ന സിനിമയിലൂടെയായിരുന്നു മലയാള സിനിമ ഇൻഡസ്ട്രി പിന്നീട് 100 കോടി കളക്ഷൻ കണ്ടത്. 2018 100 കോടി നേട്ടത്തിന് ശേഷം ബാക്കിയുള്ള 6 100 കോടി സിനിമകളും പിറന്നത് കഴിഞ്ഞ വർഷമായിരുന്നു. അതിന് ആദ്യം തുടക്കമിട്ടത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയായിരുന്നു. ചിത്രം മലയാളത്തിലെ 100 കോടിയല്ല 200 കോടിയിലധികം കളക്ഷൻ കടന്ന സിനിമയാണ്. മലയാളത്തിലെ 4ാമത്തെ 100 കോടി കളക്ഷൻ പ്രേമലു എന്ന സിനിമയിലൂടെയായിരുന്നുവെങ്കിൽ 5ാമത്തെ 100 കോടി കളക്ഷൻ പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസി സംവിധാനം ചെയ്ത ആട് ജീവിതം എന്ന സിനിമയിലൂടെയായിരുന്നു. 6ാമത്തെ 100 കോടി ഫഹദിന്റെ കരിയറിലെ ഏറ്റവും വലിയ തരംഗമായ ആവേശം എന്ന സിനിമയിലൂടെയാണെങ്കിൽ 7ാമത്തെ 100 കോടി കഴിഞ്ഞ വർഷത്തിലെ ഓണം വിന്നറായി മാറിയ ARM എന്ന ടൊവിനോ നായകനെത്തിയ സിനിമയിലൂടെയായിരുന്നു. ഇപ്പോഴത്തെ 9ാമത്തെ 100 കോടിയാണ് ക്രിസ്മസ് വിന്നറായി മാറിയ മാർക്കോ എന്ന സിനിമയിലൂടെ മലയാള സിനിമ ഇൻഡസ്ട്രി കണ്ടിരിക്കുന്നത്. ഈ 9 100 കോടി കളക്ഷൻ നേടിയെടുത്ത സിനിമകളിലൂടെ മോളിവുഡിലെ ഭൂരിഭാഗം നടന്മാരും ഇതിനോടകം തന്നെ 100 കോടി കളക്ഷൻ മുൻനിര നടന്മാരെല്ലാം തന്നെ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് 10ാമത്തെ 100 കോടി 10ാമത്തെ മലയാളം 100 കോടി കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമ ഏതായിരിക്കുമെന്ന് അറിയാനായിട്ടാണ്. 2024 ഇതുപോലെ ഈ വർഷവും പ്രതീക്ഷ നൽകുന്ന ഒരുപാട് സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. അധികം വൈകാതെ ഇത്രയും വേഗം ഒരു സിനിമ 100 കോടി നേടിയെടുക്കട്ടെ എന്ന് ആശംസിക്കാം. എങ്കിൽ പോലും നിങ്ങൾ പ്രേക്ഷകരുടെ പ്രതീക്ഷയിൽ അടുത്ത 100 കോടി സിനിമ ഏതായിരിക്കുമെന്ന് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾ കേട്ട് കാത്തിരിക്കൂ.